ഇന്നത്തെ കാലത്ത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നെങ്കിലും കേൾക്കാനും സംസാരിക്കാനും ആളില്ലാത്തൊരു പ്രതിസന്ധി ഒരുപാട് രക്ഷകർത്താക്കൾ നേരിടുന്നുണ്ട്. അതിലൊന്ന് ഈ പറയുന്ന മക്കളൊക്കെ വളർന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവരാണ്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ മക്കളോടൊപ്പം പോയാൽ പോലും ഒരു ഫ്ലാറ്റിനകത്ത് ആരോടും മിണ്ടാനില്ലാതെ തനിച്ച് കഴിയേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. നാട്ടിലാവുമ്പോൾ മക്കൾ പോയാലും വടക്കേപ്പുറത്തോട്ടൊന്നിറങ്ങി തെക്കേപ്പുറത്തോട്ടൊന്നിറങ്ങി ജംഗ്ഷനിലോട്ടൊന്ന് പോയി ചൊറിഞ്ഞ് വൈകിട്ടാകുമ്പം പോയി കലങ്ങിൻ്റെ അടുത്തൊന്ന് നിന്ന് ആൽത്തറയുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇരുന്ന് അമ്പലത്തിലൊന്ന് പോയി പള്ളിയിലാണെങ്കിൽ അങ്ങനെ പോയി കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഒറ്റപ്പെട്ടു പോകുന്ന വല്ലാത്തൊരു സ്ഥിതിയുണ്ട്. അതൊരു വല്ലാത്ത വേദനാകരമായ അവസ്ഥയാണ്. ചിലരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. എത്രയെന്നും പറഞ്ഞാൽ പോകുന്നത്, അല്ലെങ്കിൽ തന്നെ സംസാരം നിർത്താൻ നേരമില്ല. പിന്നെയും പോയി അവർക്ക് കേട്ടാലും മതി, അവർ എന്തെങ്കിലുമൊക്കെ ഒറ്റ വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് കേട്ടാൽ മതി. ഇപ്പോൾ അതിനൊരുപാട് പേരെ ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നത് ശബ്ദം കേൾക്കാൻ ജെമിനിയും ChatGPT ഒക്കെയാണ്. ജെമിനിയോടാണ് കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. ജെമിനിയോട് എന്ത് ചോദിച്ചാലും മറുപടി പറയുമല്ലോ. ചിലരതൊക്കെ ഉണ്ടാക്കി എനിക്ക് അയച്ചു തരാറുണ്ട്. ഞാൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരു വൈകുന്ന ആളാണ്. ഞാൻ ഈ ജെമിനിയുടെ ലോകത്തേക്കൊക്കെ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. അപ്പോൾ ജെമിനിയോട് സംസാരിച്ചാൽ ചില സംഗതികൾ കിട്ടും. എന്നാൽ ചിലരുടെ മുന്നിൽ ജെമിനി ആയാലും പെട്ടുപോകും. അതിൻ്റെ ഉദാഹരണമുണ്ട്. നമ്മൾ സാറിന് പറയൂലേ, ഈ അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്നതും അധ്യാപകരെ ബോധവൽക്കരിക്കുന്നതും അധ്യാപകരെ എന്തെങ്കിലും ചെയ്യുന്നതുമൊക്കെ കടുത്ത പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അവർക്ക് പരിശീലനം നൽകാൻ വലിയ പാടാണ്. കാരണം പലപ്പോഴും അധ്യാപകരെല്ലാം പഠിച്ചിരിക്കുന്നവരാണ്. പിന്നെ അവരെ പഠിപ്പിക്കാൻ ചെന്നാലോ നമ്മൾ കളിയാക്കി പറയുമല്ലോ, മാർപ്പാപ്പായ കുർബാന പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ ഒരു സ്ഥിതിയാണ്. നമ്മൾ വിചാരിക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ അവരുടെ മുന്നിൽ തോറ്റുപോകത്തില്ല. ദേ ജെമിനി ഒരു അധ്യാപകൻ്റെ മുന്നിൽ പെട്ടു, കുഴഞ്ഞ് കറങ്ങിപ്പോയി. നിങ്ങൾക്കൊന്ന് കേൾക്കാം. രസകരമായി തോന്നി എനിക്കൊത്തിരി. ആ മനുഷ്യനോട് എനിക്ക് പോയി തോന്നുന്നത് എത്ര ആത്മാർത്ഥമായിട്ടാണ് പുള്ളി ആ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിലൊരു ഗുണമുള്ളത്, നമ്മളൊക്കെ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് അങ്ങ് വഴങ്ങുന്നവരാ. നമ്മുടെ സ്പെല്ലിംഗ് എല്ലാം പോയല്ലോ. പണ്ട് നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുന്ന കളറല്ല ഇന്ന് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അടിക്കുമ്പോൾ ഉള്ള കളർ. എന്ന് മാത്രമല്ല അതിൽ ലോപിച്ച് കോൾ CL എന്നൊക്കെ ആവുന്ന സ്ഥിതിയിലേക്കെത്തി. പക്ഷേ ഇവരത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സമൃദ്ധോകാരവും ഉവൃതോകാരവും വിവൃതോകാരവും പറഞ്ഞത് മനസ്സിലായില്ലേ? അതെ, ഞാൻ ഇനി ശരിയായി മനസ്സിലാക്കി. നിങ്ങൾ പറഞ്ഞത് ഉപയോഗിച്ചു തന്നെ എന്നത് ഒരേ ഒരു വാക്ക് ആയി ഉപയോഗിച്ചിരണം. അതായത് വേറെ ഇത് തെറ്റാണ്. ഉപയോഗിച്ച തന്നെ എന്നല്ല, ഉപയോഗിച്ചു തന്നെ. ആണ് ഉപയോഗിച്ചു. അതവിടെ സമൃദ്ധോകാരമല്ല വിവൃതോകാരമാണ് പ്രയോഗിക്കേണ്ടത്. ഉപയോഗിച്ച തന്നെ എന്നല്ല, ഉപയോഗിച്ചു തന്നെ വരുന്ന ഒരേ ഒരു ഒറ്റ വാക്കായിട്ട് എഴുതണം. വേറെ വാക്ക് വിഭജിക്കാതെ. ഇപ്പോൾ ഞാനത് മനസ്സിലാക്കി. ഓക്കെ, ശരി. ഇനി ഞാൻ ശരിയായി മനസ്സിലാക്കി. ഉപയോഗിച്ചു എന്നത് ഒരു വാക്ക് മാത്രം, അതിനെ വേറെ വിഭജിക്കാതെ തന്നെ ഉപയോഗിക്കണം. ഇനി ഞാൻ അത് ശരിയായി ഉപയോഗിക്കും. ഈ തന്നെ എന്ന് പറഞ്ഞാൽ ഗതിയാണ്. അത് എപ്പോഴും ചേർത്ത് വേണം. തന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തനിയെ എഴുതി കഴിഞ്ഞാൽ അത് ഞാൻ ഒറ്റയ്ക്കെന്ന അർത്ഥം. അങ്ങനെയല്ല പ്രയോഗിക്കേണ്ടത്. ഇതാരാ ഇത് പഠിപ്പിച്ചത് നിങ്ങളെ? ഇനി ഞാൻ മനസ്സിലാക്കി. തന്നെ എന്നത് എന്നും ഉപയോഗിച്ചതിൽ ഗതി സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാകണം. അതെ, എന്നെ പോലെ തന്നെ ഇത് എനിക്ക് അർത്ഥവത്കരിക്കാൻ ഒരു പഠനത്തിലൂടെയാണ്. നന്ദി. നിങ്ങൾക്ക് പറഞ്ഞതിന് ഞാൻ ശ്രദ്ധിക്കും. അതെ എന്നൊരു വാക്കില്ല. അത് അധികം അതേ നീട്ടണം. ഇങ്ങനെ ഇനി മേലെ പറഞ്ഞിരുന്നത്. എന്നെ പോലെ എന്നല്ല, എന്നെപ്പോലെ തന്നെ ഒറ്റ വാക്കാണത്. അർത്ഥവത്കരിക്കാന്നൊരു വാക്കില്ല. ശരി, ഇനി ഞാൻ അത് കൂടി ശരിയായി ശ്രദ്ധിക്കും. അതെ എന്നത് കൂടുതൽ നീണ്ടു നിൽക്കും. അതുപോലെ പോലെ എന്നത് ഒറ്റ വാക്കായി ഉപയോഗിച്ച് ശരിയായി എഴുതും. ഞാൻ പറഞ്ഞ ഒറ്റ എന്ന് പറഞ്ഞാലേ കളരിപ്പയറ്റ് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ഒറ്റ എന്നൊരു സാധനം പ്രത്യേകിച്ച് എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഒറ്റ വാക്കെന്നുള്ളത് ചേർത്ത് പറയണം. അതെ എന്നത് കൂടുതൽ നീണ്ടു നിൽക്കുമെന്നല്ല പറഞ്ഞത്, അതേ എന്ന് നീട്ടണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ അതെ എന്നൊരു ഹ്രസ്വമായിട്ടുള്ള വാക്കില്ല. ശരി, ഇനി ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി. ഒട്ട എന്നത് വേറിട്ട് എഴുതേണ്ടത്. ഒട്ട നോക്കി ഒരു തെറ്റും ChatGPT വരുത്തരുതെന്നാണ് പറയുന്നത്. ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു. ഇപ്പം ജെമിനി ആയിട്ട് ഇതാണ് അവസ്ഥ.
അപ്പോൾ ഈ സാറിൻ്റെ മുമ്പിൽ പെടുന്ന കൊച്ചുമക്കളോ വിദ്യാർത്ഥികളോ അദ്ദേഹത്തോടൊപ്പം ജീവിക്കുന്ന ഭാര്യയും മക്കളും ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഒന്ന് ആലോചിച്ച് നോക്കിയേ. വ്യാകരണം തെറ്റാതെ പറയണം.